എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത് വിവാഹ ജീവിതത്തിൽ ജാതകപ്പൊരുത്ത നിർണയത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അത് നിർബന്ധമാണോ, എന്താണ് അതിന് പിന്നിലെ യുക്തി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ജാതകം കാരണം, അല്ലെങ്കിൽ ജാതകത്തിലെ ചൊവ്വാദോഷം ഇത്യാദി ദോഷങ്ങൾ കാരണം അനവധി ആളുകളുടെ ജീവിതം നശിച്ചതായിട്ട്, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ജീവിതം ഇല്ലാത്തൊരവസ്ഥ അനവധി കേട്ടിട്ടും നേരിൽ അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലം തൊട്ടേ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ വിവാഹ സംബന്ധിയായിട്ട് ഈ പൊരുത്ത നിർണയം എത്രത്തോളം നമ്മുടെ ജീവിതാനുഭവത്തിൽ സത്യമാണെന്നുള്ളത്. അപ്പം ജീവിതത്തിൽ ജാതകം നോക്കുമ്പം പ്രധാനമായിട്ട് നോക്കേണ്ട ഒരവസ്ഥ അവരവരുടെ സ്വഭാവഘടനയാണ്. അതായത് സമാന സ്വഭാവമുള്ള ആളുകൾ തമ്മിൽ ചേരുമ്പോൾ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവും. ഉയർച്ച ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു സാത്വികമായ സ്വഭാവമുള്ള ആൾക്ക് സമാന സ്വഭാവമുള്ള ആളുമായിട്ട് ചേരുമ്പോൾ അവരുടെ ഒരു യാത്ര, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു യാത്ര വളരെ സുഗമമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരുടെയും ചിന്ത, അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളൊക്കെ ഏതാണ്ട് സാമ്യമായിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്വഭാവഘടന ചിന്തയാണ് സത്യത്തിൽ ജാതകത്തിലൊക്കെ ചെയ്തു വരേണ്ടത്. പലപ്പോഴും നമ്മൾ സൂക്ഷ്മമായിട്ട് ആളുകൾ ചെയ്തു വരിക ജാതകത്തിലെ ചൊവ്വാദോഷം, രാഹുദോഷം, അല്ലെങ്കിൽ പാപദോഷം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹസാമ്യം എത്രത്തോളം ഉണ്ട്, നക്ഷത്രപ്പൊരുത്തം എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നോക്കും. പക്ഷേ ഇത് നോക്കുമ്പം പലപ്പോഴും അവരുടെ സ്വഭാവത്തിൽ സാമ്യമുണ്ടോ, ജീവിതത്തിൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ, അത്തരം വിഷയങ്ങളൊന്നും പലപ്പോഴും ചിന്തിച്ച് വരുന്നത് വളരെ അപൂർവമാണ്. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ്, അതായത് സ്വഭാവത്തിലുള്ള ഘടന, ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് പണ്ട് മുതൽ ആചാര്യന്മാരൊക്കെ പലപ്പോഴും വിവാഹങ്ങളൊക്കെ പലരെയും കൂട്ടിച്ചേർത്തിരുന്നത്. നമ്മളെ ശാസ്ത്രങ്ങളിലൊക്കെ എടുക്കുമ്പം അനവധി പിറകോട്ട് പോയാൽ ജാതകം നോക്കി വിവാഹം കഴിച്ചതായിട്ടൊന്നും എവിടെയും പ്രതിപാദിക്കുന്നതായിട്ട് കാണാറില്ല. പലപ്പോഴും മഹാപുരുഷന്മാരൊക്കെ തന്നെയും പല വീരപരീക്ഷകളും, അല്ലെങ്കിൽ അവർ പല കൃത്യമായിട്ടുള്ള പ്രയത്നങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ ജയിച്ചിട്ടാണ് പലപ്പോഴും വിവാഹം കഴിച്ചു കണ്ടത്. അവിടെയൊക്കെ പ്രതിഫലിക്കുന്നത് അവരുടെ കഴിവിനെ പ്രദർശിപ്പിച്ച്, ആ കഴിവിന് കൃത്യമായ അംഗീകാരം കിട്ടി, ആ കഴിവ് കണ്ടിട്ട് താല്പര്യം വന്ന ആളുകൾ അവരെ കൂടെ ചേർന്നതായിട്ടും, അതല്ലാതെ അവരുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഈ രണ്ടു പേരും നല്ല ഒരേ സ്വഭാവത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ആളുകളാണെന്ന് കണ്ടിട്ട് അവരെ ഒരുമിച്ച് ചേർത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സമീപകാലത്തേക്ക് അടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ജാതകത്തെ കണിശമായിട്ട് ആശ്രയിച്ചിട്ട് ജീവിതം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ കണ്ടുവരാറുണ്ട്. അത് വളരെ ഖേദകരമാണ്, വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണത്. ചില ആളുകളുടെ ജാതകത്തിലൊക്കെ ചൊവ്വാദോഷം കണ്ടിട്ട് അവർക്കൊന്നും 35, 40 അല്ലെങ്കിൽ അതിന് മേലോട്ട് പ്രായമായിട്ടും ഒന്നും ഈ വിവാഹം നടക്കാതെ കണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലവസ്ഥയിലൊക്കെ ജ്യോതിഷം നമ്മൾ ആശ്രയിക്കേണ്ട ശാസ്ത്രം തന്നെയാണ്. പക്ഷേ ജ്യോതിഷം ആശ്രയിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏത് ശാസ്ത്രം ആശ്രയിക്കുമ്പോഴും യുക്തിയുക്തമായ ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ടാവണം. യുക്തിയുക്തം നമ്മൾ ചിന്തിച്ചിട്ട് അതിൽ നമ്മളെ യുക്തിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ. അത് പറയാനുള്ള കാരണം, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യുവതിയെ സംബന്ധിച്ച്, ആ ജാതകത്തിലുള്ള ചൊവ്വാദോഷം ഇത്യാദി ദോഷങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പം ഈ ജന്മത്തെ അവരുടെ വിവാഹം നടക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അവിടെയൊക്കെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് അവർക്ക് പറ്റുന്ന സ്വഭാവം, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സാമ്യമായ ഒരാലോചന വന്നാൽ അതിലേക്ക് കടക്കുക. ഇത്തരത്തിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ആകെ നമ്മൾ നശിച്ചു പോവില്ലയോ എന്നൊക്കെ. ജാതകം നോക്കാതെ വിവാഹം കഴിച്ചിട്ട് വളരെ സുഖകരമായി ജീവിക്കുന്ന അനവധി ജീവിതം നമ്മളെ മുന്നിലുണ്ട്. ജാതകം നോക്കിക്കഴിച്ചിട്ട് ദുഃഖകരമായ അവസ്ഥയും നമ്മളെ മുന്നിൽ കാണാനുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഈ ശാസ്ത്രത്തെ ആശ്രയിക്കാം എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് നമ്മളൊരു അന്ധമായി ഇതിനെ കടന്നു പിടിച്ച് ഇതോ ശരണം എന്ന രീതിയിൽ ഇരിക്കരുത്.
അത്തരത്തിൽ നമ്മൾ മറ്റൊരാളുമായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നമ്മുടെ ജീവിത യാത്ര ആരംഭിക്കുമ്പോൾ ഒക്കെ ഇതിനെ നമ്മളെ ജാതകത്തിലുള്ള ദോഷങ്ങളെയും മറ്റു ദോഷങ്ങളെയൊക്കെ പരിഹരിക്കാനാണ് സത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്ന നമ്മളെ ഒരു ആന്തരികമായ ഒരു ഉപാസനയുള്ള വ്യക്തിത്വങ്ങളിൽ ജീവിതം പലപ്പോഴും ശോഭിക്കും. ആ ശോഭിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഉപാസനാ ശൈലി, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊരു നിഷ്ഠ, അല്ലെങ്കിൽ നമ്മളെ സാധാരണ ലളിതമായിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ കൃത്യമായ ഒരു ചിട്ടയും ലക്ഷ്യബോധവും ഒക്കെ കൊണ്ടുവന്ന് ഒരു ജീവിതത്തെ നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയും നമ്മളെ പങ്കാളിക്ക് പറയാനുള്ളത് കേൾക്കാനും നമ്മൾക്ക് അതിന് മറുപടി പറയാനും സൗമ്യമായി ചിന്തിക്കാനും അവർക്ക് തുല്യ പ്രാധാന്യം നമ്മളെ ജീവിതത്തിലുണ്ടെന്ന് ഉൾക്കൊള്ളാനും മതിയായാൽ തന്നെ ജീവിതം ഒരു പരിധിവരെ സുഖമായിട്ട് പോകും. അവിടെ നമ്മൾ ജാതകത്തിൽ കടുംപിടുത്തം പിടിക്കാതെ കണ്ട് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ ആ ദോഷങ്ങൾക്കുള്ള കൃത്യമായ ഒരു ഈശ്വരീയമായ പരിഹാരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കുക. അല്ലാതെ ജാതകത്തിൻ്റെ പേരിൽ ഇനി ആരും തന്നെ ഒരു തരത്തിലും ജീവിതം കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ പലപ്പോഴും ഈ ജ്യോത്സ്യന്മാരുടെ ചില വാക്കുകളൊക്കെ പറയാറുണ്ട്, ഇന്ന ജാതകത്തിലെ കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ട് ഭർത്താവിൻ്റെ മരണമുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യയുടെ മരണം ഉണ്ടാവും, അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഒരാളെ ജാതകദോഷം കൊണ്ട് മറ്റൊരാളെ മരണം എന്ന് പറയുന്നത് യുക്തിക്ക് നിനയ്ക്കുന്ന ഒന്നല്ല. ശാസ്ത്രങ്ങളിൽ തന്നെ പറയും, അതായത് നമ്മളെ പൂർവജന്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു ജന്മം സിദ്ധിക്കുന്നത്. ആ ജന്മത്തിലുള്ള ആ കർമ്മങ്ങൾ തീരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ് ശരിക്കും ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കർമ്മഫലം മറ്റൊരു വ്യക്തിയുടെ ജാതകം കൊണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അതവർക്ക് സിദ്ധിക്കുകയോ ഇല്ല. ഒരു പരിധിവരെ ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവാം. അതായത് നമ്മളെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ നമ്മളെ ജീവിതത്തിനെ ബാധിക്കാം. അതല്ലാതെ കണ്ട് ഒരാളുടെ ജാതകത്തിൽ ഇന്നൊരു ദോഷം ഉണ്ടെന്ന് കരുതിയിട്ട് ഒരാളും മരിച്ചു പോവുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ കൊണ്ടാണ് നമ്മളെ ഹിന്ദുധർമ്മത്തിൽ തന്നെ പല വിവാഹ ബന്ധങ്ങളും നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഇല്ലാതെ കണ്ടാവുന്നത്, അവർക്ക് അങ്ങനെ ഒരു ജീവിതം തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. പലപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളൊക്കെയാണ് ഇതിൽ കൂടുതൽ വ്യാകുലത കാണിക്കാറ് ജാതകത്തിൽ. ഇപ്പം എല്ലാം നമ്മൾ ഭഗവാനിന് സമർപ്പിക്കുക, ഈശ്വരന് സമർപ്പിച്ച ശേഷം നമുക്ക് പറ്റിയൊരു നല്ല പങ്കാളിയെ നമ്മൾ കണ്ടെത്തിയാൽ ആ പങ്കാളിയെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളോട് ചേർത്തി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ ജാതകം നോക്കിയത് കൊണ്ട് ദോഷങ്ങളോ അല്ലെങ്കിൽ നോക്കാതിരുന്നത് കൊണ്ട് മറ്റൊരു പ്രത്യേകതയോ ഒന്നും ഉണ്ടാവാനില്ല. അപ്പോൾ നമുക്ക് കൃത്യമായ നമ്മളെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ നമ്മളെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മളെ ഗുരുതുല്യരായിട്ടുള്ള ഗുരുജനങ്ങളുടെ ഒക്കെ തന്നെ വാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും നല്ലൊരു പങ്കാളിയെ നമ്മൾ കണ്ടെത്തി ജീവിതം നല്ല ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ട് പോവുക. അത്തരത്തിൽ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും ജാതകദോഷങ്ങളൊന്നും ബാധിക്കില്ല. അപ്പം ഇത്തരത്തിൽ പല മിഥ്യാധാരണകളും ഇന്നെങ്കിലും നിങ്ങളിത് ഒഴിവാക്കിയിട്ട് മുന്നോട്ടുള്ള ഒരു സമൂഹത്തെ, നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാം സർവേശ്വരനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.